ചെയ്തത് അവസാനം എന്റെ പേരിൽ ഈ പന്തപ്പള്ളി ഞാൻ ചെയ്തതാ. അത് ഞാൻ അവരെ കൊണ്ട് പറയാം, ആദ്യം തെളിയാൻ തരാം, ആദ്യം തെളിയാൻ തരാം. എത്ര കോടി മേടിച്ചിട്ടുണ്ടാവും ഇവൻ? ഇവരെല്ലാം കൂടെ ഏതാണ്ട് 1.5 കോടി രൂപ മേടിച്ചിട്ടുണ്ട് അഡ്മിഷന്റെ കാര്യം പോലെ. അത് അത് മുഴുവൻ എന്റെ തലയില. ഞാനിപ്പം പിള്ളേരെ പൈസ കൊടുക്കാൻ പോവാ അവിടെ അല്ല. പക്ഷെ ഇട്ട് വൈകിട്ട് ഞങ്ങളെല്ലാം കൂടെ അവിടെ അമേരിക്കയില് ഈ കൂടെ അവർക്ക് സംശയമുണ്ട്, പക്ക സംശയമുണ്ടെന്ന് പറഞ്ഞു. ആളെ അവർ പറയുന്നില്ല ഇത് അപകടമല്ല, അത് വേറെ അപകടമല്ല, ഇത് മനഃപൂർവ്വം ചെയ്തതാണ്. കാര്യം ഉള്ളി പുറത്തോട്ടിറങ്ങി നടക്കുന്ന ആളല്ല. ഉള്ളി അന്ന് വിളിച്ച് പുറത്തിറക്കിയ രീതിയിലാണ് ഇവർ മാത്രമേ ഫോണിൽ സംസാരിച്ചിട്ടുള്ളൂ. ഇവര് പറയാനുള്ള അവകാശം എന്താ? ഇത് സാധാരണ പറഞ്ഞ ആക്സിഡന്റാണെങ്കിലും പറയുന്നില്ലല്ലോ. നോർമൽ മരണമാണെന്നല്ലേ ഞാൻ പറയുന്നത്. അവന്റെ വാചകവാദം വണ്ടിയിലാണ് തിരുവനന്തപുരത്ത് പോകുന്നത്. ഈ ഷിജോ ഹോസ്പിറ്റലിലേക്ക് പോയത് അവരുമായിട്ട് വളരെ ലിങ്കാണ്. അപ്പൊ ഇതിനകത്ത് പിണറായി പറയുകയാണ് BJP സപ്പോർട്ട് ചെയ്യണം, അതുകൊണ്ടാണ് പുള്ളിയെ ഓപ്പണായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്. നമസ്കാരം. കഴിഞ്ഞ കുറച്ചു ദിവസമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഷയം അത് KP യോഹന്നാന്റെ മരണത്തെക്കുറിച്ചാണ്. അതിൽ ഒരുപാട് ദുരൂഹതകൾ ഉണ്ട്. ഇപ്പോൾ ഒരു പ്രമുഖ ചാനലിൽ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠ സഹോദരൻ, അതായത് KP യോഹന്നാന്റെ ജ്യേഷ്ഠ സഹോദരൻ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഒരു സംശയം മുൻനിർത്തി പറയുന്നുണ്ട്. അതും നമ്മൾ പറഞ്ഞു വെച്ച കാര്യങ്ങളിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. അതായത് KP യോഹന്നാന്റെ മരണത്തിൽ ജ്യേഷ്ഠ സഹോദരനായ KP പുന്നൂസിന് സംശയമുണ്ട് എന്നത് തന്നെ. അദ്ദേഹം ആ കോമ്പൗണ്ടിന്, അതായത് ആ ചർച്ചിന്റെ കോമ്പൗണ്ടിന്, ആ സഭയുടെ കോമ്പൗണ്ടിന് പുറത്തേക്ക് അങ്ങനെ പോകാറില്ല. വളരെ വിരളമായി മാത്രമേ അദ്ദേഹം അതിന് പുറത്തേക്ക് പോകാറുള്ളൂ. ഈ സംസാരം നീണ്ടുപോകുമ്പോൾ, അതായത് അന്ന് അപകടമുണ്ടാകുന്ന ദിവസം ഫോൺ വന്നു കഴിഞ്ഞാൽ വളരെ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ യാതൊരു ശ്രദ്ധയുമില്ലാതെ സംസാരിച്ചു കൊണ്ട് നടക്കുന്ന ഒരു ശീലം അത് KP യോഹന്നാനുണ്ട്. അന്ന് അപകട ദിവസം ഫോൺ സംഭാഷണം നടത്തിക്കൊണ്ടിരുന്നത് ഫാദർ സിജോ പന്തപ്പള്ളിയുമായിട്ടായിരുന്നു. സിജോ പന്തപ്പള്ളിയാണ് അവിടുത്തെ സഭാ വക്താവ്. സഭാ വക്താവ് മാത്രമല്ല, KP യോഹന്നാന് ഏറെ പ്രിയപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ് സിജോ പന്തപ്പള്ളി. സിജോ പന്തപ്പള്ളിക്ക് അറിയാത്ത രഹസ്യങ്ങളൊന്നും KP യോഹന്നാന് ഇല്ല എന്ന് തന്നെ പറയാം. സിജോ പന്തപ്പള്ളി എന്താണ് സംസാരിച്ചിരുന്നത് ആ സമയത്ത് ചർച്ച് കോമ്പൗണ്ടിന് പുറത്തേക്ക് KP യോഹന്നാൻ വരേണ്ടിയിരുന്ന സാഹചര്യം എന്താണ്? അത്രയ്ക്കും പ്രധാനപ്പെട്ട എന്തോ ഒരു കാര്യമായിരിക്കണമല്ലോ ആ ചർച്ച് കോമ്പൗണ്ടിനെ പുറത്തേക്ക് നടന്ന് അദ്ദേഹത്തെ എത്തിക്കാനുള്ള ഒരു കാരണം. എന്തായിരിക്കും അത്ര പ്രധാനപ്പെട്ട ആ കാരണം? ആ ഫോൺ, അതായത് ഫാദർ പന്തപ്പള്ളിയാണ് സംസാരിച്ചിരുന്നത് എന്ന് KP പുന്നൂസും വ്യക്തമാക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫോൺ വേണ്ടപ്പെട്ടവർക്ക് കിട്ടിയത്രേ. മരണസമയത്തിന് ശേഷം KP യോഹന്നാൻ ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഫോൺ അത് വേണ്ടപ്പെട്ടവർക്ക് കിട്ടി. പക്ഷെ അത് പോലീസിന് കിട്ടിയില്ല എന്നാണ് നമ്മൾക്ക് ആ സംഭാഷണത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്തു തന്നെയായാലും KP പുന്നൂസ് ഇതിനെതിരെ സംശയമുയർത്തി. ഫാദർ സിജോ പന്തപ്പള്ളി അറിയാതെ KP യോഹന്നാന്റെ മരണം നടക്കില്ല എന്ന് തന്നെ. അങ്ങനെയെങ്കിൽ അദ്ദേഹം ഹൈക്കോടതിയിലേക്ക് ഇത് പരാതിയുമായി പോകാനുള്ള കാരണങ്ങളുമൊക്കെ നിരത്തുന്നുണ്ട്. അതിന് തയ്യാറെടുത്തുകൊണ്ടിരുന്നതാണ്. പിന്നീട് അദ്ദേഹം ഈ തയ്യാറെടുപ്പുകൾ നിർത്തിവെക്കുന്നു. ഒരു പ്രമുഖ യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെട്ട് ഇതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയും അവരോട് ഇക്കാര്യങ്ങൾ അദ്ദേഹം വളരെ സുവ്യക്തമായി തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. പലവട്ടമായിട്ട് തന്നെ ആ മരണത്തിലെ ദുരൂഹത അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിനുശേഷം KP യോഹന്നാന് ശേഷം അവിടെ പരമാധ്യക്ഷനായി വരുന്നത് ആരായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചെല്ലാം അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ KP പുന്നൂസ് ആദ്യം കാണിച്ച ഒരു ത്വര അത് പിന്നീട് കാണിക്കുന്നില്ല എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടായിരിക്കണം KP പുന്നൂസ് ഇതിനെക്കുറിച്ച് പിന്നീട് ജാഗ്രത കാണിക്കാതെ ഇരുന്നത്? KP പുന്നൂസിനെ ഈ ഫാദർ സിജോ പന്തപ്പള്ളി, അതായത് സഭാ വക്താവായ ഫാദർ സിജോ പന്തപ്പള്ളി മെഡിക്കൽ കോളേജ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട KP പുന്നൂസിനെതിരെ ഒരു കേസ് ഉണ്ടായിരുന്നു. കോഴ വാങ്ങി തട്ടിപ്പ് നടത്തി എന്നുള്ള പേരിൽ. അപ്പോഴും ഫാദർ സിജോ പന്തപ്പള്ളിയാണ് തന്നെ ചതിച്ചതെന്നും
KP പുന്നോസ് വ്യക്തമാക്കുന്നു. തൻ്റെ പേരിൽ അത്തരത്തിലൊരു ആരോപണം വരാൻ, പരാതി വരാൻ, കേസ് ഉണ്ടാവാനൊക്കെ കാരണം അത് ഫാദർ സിജോ പന്തപ്പള്ളിയാണ്. ഫാദർ സിജോ പന്തപ്പള്ളി ഈ മെഡിക്കൽ സീറ്റുമായി ബന്ധപ്പെട്ടിട്ട് 1.5 കോടി രൂപയിലേറെയാണ് കോഴ വാങ്ങി മറ്റുള്ളവരെ കബളിപ്പിച്ചത്. ആ പണം താൻ കൊടുക്കാൻ പോവുകയാണ്, തനിക്ക് ആ ഭാരം ചുമക്കാൻ വയ്യ. ഇതെല്ലാം വ്യക്തമാക്കി പറഞ്ഞ വ്യക്തിയാണ് KP പുന്നൂസ്. പിന്നീട് KP പുന്നൂസിന് ഒരു മനംമാറ്റം. ആ മനംമാറ്റത്തിന് പിന്നിൽ ഭയമാണോ അതോ ഒത്തുതീർപ്പാണോ എന്നുള്ളതാണ് ഇവിടെ ചർച്ചാ വിഷയം. അങ്ങനെ പെട്ടെന്നൊന്നും ഭയപ്പെടുന്ന പ്രകൃതമല്ല KP പുന്നൂസിൻ്റെത് എന്നാണ് പറഞ്ഞു വരുന്നത്. അങ്ങനെയെങ്കിൽ KP പുന്നൂസുമായി ബന്ധപ്പെട്ട് ഇവർ ഫാദർ സിജോ പന്തപ്പള്ളി ചർച്ച നടത്തി കാണണം. ഫാദർ സിജോ പന്തപ്പള്ളി അല്ലെങ്കിൽ സഖാവ് പന്തപ്പള്ളി എന്നുമൊക്കെ പറയാം. അദ്ദേഹം ഒരു സഖാവായിരുന്നു. ആ പിന്തുണയാണ് അദ്ദേഹത്തിനുള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയനുമായൊക്കെ വളരെ അടുത്ത ബന്ധമുള്ള ആളാണ് ഫാദർ സിജോ പന്തപ്പള്ളി. ഈ ഫാദർ സിജോ പന്തപ്പള്ളിയുമായി അവരുമായി ചേർന്ന് ഈ കൃത്യം നടത്തിയവരുമായി വളരെയധികം ഒരു ഒത്തുതീർപ്പിലേക്ക് KP പുന്നൂസ് എത്തിയിട്ടുണ്ടാകണം എന്നും കരുതേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ പിന്നെ അതായത് നാളെ KP യോഹന്നാന്റെ ഭൗതിക ശരീരം കേരളത്തിലേക്ക് എത്തിക്കുകയാണ്. തുടർന്ന് ശവമടക്ക് നടത്തും. അപ്പോൾ രാഷ്ട്രീയ മത മേലധ്യക്ഷന്മാരെല്ലാം അവിടെ ഉണ്ടായിരിക്കുമെന്നും വ്യക്തമാണ്. അടക്ക് കഴിഞ്ഞതിന് ശേഷമായിരിക്കും എന്തായാലും അവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടാവുക. അടക്കം വരെ എല്ലാവരും ക്ഷമിക്കും. അടക്ക് കഴിഞ്ഞാൽ ഭാഗം വയ്ക്കേണ്ടതിൻ്റെ കണക്കെടുപ്പാവും നടക്കുക. ഇതിൽ ഫാദർ സിജോ പന്തപ്പള്ളിക്ക് എന്താണ് ലഭിക്കുക എന്നതനുസരിച്ചിരിക്കും ഈ മരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുടെ ആഴത്തിലേക്ക് പോകേണ്ടത്. KP പുന്നൂസ് പറഞ്ഞതനുസരിച്ചുള്ള കാര്യങ്ങളാണെങ്കിൽ ഫാദർ സിജോ പന്തപ്പള്ളി ആ കൃത്യം നടത്തുന്നവരുമായി ബന്ധപ്പെട്ട് KP പുന്നൂസ് ഒരു ധാരണയിൽ എത്തിക്കാണണമെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ആ ധാരണ എന്തായിരിക്കും? എത്ര കോടി അല്ലെങ്കിൽ സ്വത്തുക്കളുടെ എത്ര ഭാഗമായിരിക്കും KP പുന്നൂസിന് ഇവർ വാഗ്ദാനം ചെയ്തിട്ടുണ്ടാവുക? KP പുന്നൂസും നിസാരക്കാരനൊന്നുമല്ല, നല്ല തൻ്റെ ഇടമുള്ള വ്യക്തി തന്നെയാണ്. അപ്പോൾ വെറുതെ അങ്ങ് പുള്ളി ഭയപ്പെട്ട്, ഇവരുടെ ഭീഷണിപ്പെടുത്തലിൽ ഭയപ്പെട്ട് ഇക്കാര്യം മുക്കിവെക്കും എന്നൊന്നും കരുതേണ്ടതില്ല. അതിനൊരു ചാൻസ് ഇല്ലാതെയല്ല, പക്ഷെ അങ്ങനെ ഒരു കാര്യം കരുതേണ്ടതില്ല. അതിനേക്കാൾ ഉപരി ഒരു ഒത്തുതീർപ്പിലേക്ക് എത്താനുള്ള സാധ്യതയാണ് കാണുന്നത്. അദ്ദേഹം നടത്തിയ ഓഡിയോ നിങ്ങളെ കേൾപ്പിക്കുന്നതാണ്. അതിൽ നിന്ന് വ്യക്തമാണ്, അത്ര ദൃഢനിശ്ചയത്തോടുകൂടി മുന്നോട്ട് പോയ ഒരാൾ പിൻവാങ്ങണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കാര്യമായി എന്തെങ്കിലും തടഞ്ഞിട്ടുണ്ടാകണം. KP പുന്നൂസിന്റെ ഭാര്യ മരിച്ചു എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. താൻ ഇത് എന്തിനാണ്, തനിക്ക് ഇതിൽ നിന്നും യാതൊരു ലാഭവുമില്ല എന്നൊക്കെ പറയുമ്പോഴും, അതായത് മെഡിക്കൽ കോഴയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോഴ വിവാദത്തിൽ തനിക്ക് ഈ പൈസ കിട്ടിയിട്ട് എന്താണ് കാര്യം, താൻ പഞ്ചായത്തിൽ നിന്ന് പോലും ഒരു പൈസ പോലും വാങ്ങാത്തയാളാണ് എന്നൊക്കെ വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പോഴും ദുരൂഹത നിലനിൽക്കുകയാണ് KP പുന്നൂസ്. താങ്കളുടെ മൗനം തന്നെയാണ് ഇതിൽ ദുരൂഹമായി തുടരുന്നത്. അതിലെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നത് താങ്കളുടെ മൗനമാണ്. ഇത്രയേറെ ദൃഢനിശ്ചയത്തോടെ കൂടി മുന്നോട്ട് പോയ താങ്കൾ എന്തുകൊണ്ട് പെട്ടെന്നൊരു ദിവസം മൗനത്തിലാകുന്നു? എന്തുകൊണ്ട് അടക്കം നടത്തുന്നതിന് മുമ്പ് പരാതിയുമായി മുന്നോട്ട് പോകുന്നില്ല? താങ്കളുടെ ഒരു പരാതി ഹൈക്കോടതിയിൽ ചെല്ലുകയാണെങ്കിൽ, അങ്ങനെ ഒരു പരാതി എത്തുകയാണെങ്കിൽ KP യോഹന്നാന്റെ മൃതദേഹം റീപോസ്റ്റ്മോർട്ടം ഇവിടെ നടത്താനുള്ള നടപടിക്രമങ്ങൾ ഉൾപ്പെടെ നടക്കും. അതിനുള്ള അനുമതികൾ വരും. അത് ഉദ്യോഗസ്ഥ തലത്തിൽ നിന്ന് അല്ലെങ്കിൽ അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് വരേണ്ടത് തന്നെയാണ്. അത് നടക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഒരു ഒത്തുതീർപ്പിലേക്ക് ഈ കാര്യം പോയത് എന്ന് വേണം കരുതാൻ. അപ്പോൾ ഫാദർ സിജോ പന്തപ്പള്ളിക്കും അല്ലെങ്കിൽ ഈ കൃത്യം നടത്തിയവർക്കും, ഈ കൃത്യം നടത്തിയതിന് ഫാദർ സിജോ പന്തപ്പള്ളിക്ക് പുറകിലുള്ളവരെ കുറിച്ചുമൊക്കെ അന്വേഷണം, KP പുന്നൂസിന്റെ ഒരു പരാതി ചെന്നാൽ, ഹൈക്കോടതിയിൽ ചെന്നാൽ അന്വേഷണം വരും. ഈ അന്വേഷണത്തിൽ കുടുങ്ങുക അവസാനം ആരായിരിക്കും എന്നുള്ളതാണ്. അതാണ് ഇതിന്റെ ഈ മരണത്തിന്റെ പ്രധാന കാരണക്കാർ അവരാണ്.
KP യോഹന്നാന്റെ മരണത്തിൽ യാതൊരു സംശയവുമില്ലാതെ ആയിപ്പോയ സഭാവക്താവ് നിസ്സംശയം പറയുന്നു അദ്ദേഹത്തിന് ദൈവവിളി വന്നു, അദ്ദേഹം മരിച്ചു. അപ്പോൾ ഇത്രയേറെ കൃത്യതയോടുകൂടി ആ മരണത്തെ മുൻകൂട്ടി കണ്ടിട്ടുണ്ടാകണം ഫാദർ സിജോ പന്തപ്പള്ളി. ഫാദർ സിജോ പന്തപ്പള്ളിയുടെ ആ മുൻകൂട്ടി കാണലിനെ തന്നെയാണ് ഇദ്ദേഹം ഒരു സംശയമുനയിൽ നിർത്തിയത്. വളരെയധികം നീക്കങ്ങൾ നടത്താൻ ഇനിയും ഉണ്ടായിരുന്നു. KP യോഹന്നാന്റെ മരണത്തിലെ ദുരൂഹത പുറത്തു കൊണ്ടുവരാൻ നീക്കങ്ങൾ നടത്താൻ കഴിയുമായിരുന്ന ഒരാളാണ് ജ്യേഷ്ഠ സഹോദരനായ KP പുന്നൂസ്. അദ്ദേഹത്തിന്റെ നിസ്സഹകരണമാണ് പെട്ടെന്നൊരു ദിവസം സംഭവിച്ചത്. അത് വിരട്ടൽ കൊണ്ട് മാത്രമാണോ എന്നുള്ളതൊക്കെ നമുക്ക് ഈ ഓഡിയോ കേട്ടിട്ട് തീരുമാനിക്കാം. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ദാനിയേൽ തിരുവേദി, അതായത് ബിഷപ്പിന്റെ മോൻ എന്നോട് പറഞ്ഞത്, ഇന്ന് വൈകിട്ട് ഞങ്ങളെല്ലാം കൂടെ അവിടെ അമേരിക്കയില് അവർക്ക് സംശയമുണ്ട്, പക്ക സംശയമുണ്ടെന്ന് പറഞ്ഞു. ആളെ അവർ പറയുന്നില്ല. ഇത് അപകടമല്ല, അത് വേറെ അപകടമല്ല, ഇത് മനഃപൂർവ്വം ചെയ്തതാണ്. കാര്യം പുള്ളി പുറത്തോട്ടിറങ്ങി നടക്കുന്ന ആളല്ല. പുള്ളി അന്ന് വിളിച്ച് പുറത്തിറക്കിയ രീതിയിലാണ് ഇവർ മാത്രമേ ഫോണിൽ സംസാരിച്ചിട്ടുള്ളൂ. ഇവന്റെ ഫോൺ കളക്ട് ചെയ്തിട്ടുണ്ട്. അവരിൽ ആരെങ്കിലും ഒരാൾ ചിലപ്പോൾ ഇന്ന് വൈകിട്ട് അല്ല നാളെ രാവിലെ അവിടെ കയറും ഒരാളായിട്ട് എന്നോട് നിൽക്കാതെ. അപ്പൊ എന്നോട് പറഞ്ഞാൽ ഇന്ന് രാത്രി വന്ന് വെയിറ്റ് ചെയ്ത് എന്നിട്ട് വേണം നമുക്കായിട്ട്. അപ്പൊ എനിക്ക് പറ്റിയ ഒരു എന്റെ നമ്മുടെ നല്ല കൂട്ടുണ്ട്. ആരുടെയും ഈ ബാക്കിന് തിരിഞ്ഞു പോകുന്ന ആളല്ല, കൈക്കൂലി മേടിക്കുന്ന ആളല്ല, പൈസ മേടിച്ച് പോകുന്ന ആളല്ല. കൃത്യമായിട്ട് പറയുന്നുണ്ട്. പുള്ളി മുഖത്ത് നോക്കി പറയുന്ന ആളാ, എനിക്ക് ഏറ്റവും താല്പര്യമുള്ള ആളാന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ രാത്രി എന്നെ വിളിക്കുക. ഇല്ലെങ്കിൽ അവര് ഒരാൾ വരുന്നുണ്ട്, ജോലി കിട്ടുമെന്ന് പറഞ്ഞ ഒരാൾക്ക് മിക്കവാറും വരുന്നത് എന്റെ പുതിയ എത്തുന്ന പോലെ. അപ്പൊ വന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അങ്ങ് വരും. ഒറ്റ ഞാനും അവര് മാത്രം വേറെ ഇതിനെ വന്നവരെ ആരും ഞാൻ കൂട്ടത്തില്ല. അവരൊക്കെ വേറെ ലൈനിലെ പുള്ളികളാണ്. അതുകൊണ്ട് അവന്മാരെ കൊണ്ട് ഞാൻ വരുന്നില്ല. ഞാൻ വരുന്നത് ജോലി കിട്ടുമെന്ന് ഞാനും അവന്റെ വണ്ടിക്ക് വരുന്നു. ഞാൻ വിളിച്ചു പറയാം, അങ്ങോട്ട് ഞാൻ വിളിച്ചോളാം. ഏത് ഡെവലപ്പ് ചെയ്യുന്നത് വരുന്നതാണ്. അതെല്ലാം ഞാൻ വന്നിരുന്നു. എന്നോട് ഈ അമേരിക്കയിലെ പയ്യനോട് പറഞ്ഞിട്ടുണ്ടേ, ഒരു മാസം മാത്രം നമ്മൾ വിളിക്കും, അല്ലാത്തവരൊക്കെ കിടക്കാം. എനിക്ക് വന്നുള്ളവരല്ല ഒത്തിരി വർത്താനം പറഞ്ഞത്. അവരിങ്ങനെ വന്നു വിളിച്ച് പറയാണ് സൂക്ഷിക്കാം, അങ്ങനെ സൂക്ഷിച്ച് തന്നെയാണ് സംസാരിക്കുന്നത് പറഞ്ഞത്. അത് പുള്ളി ഓപ്പണായിട്ട് എല്ലാം പറയുന്നുണ്ട്. പറയുന്നതൊക്കെ പുള്ളി പറയുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കാൻ. എനിക്കിപ്പോ കിട്ടിയ ഇൻഫർമേഷൻ വെച്ചാൽ ഇപ്പൊ അച്ചായനടക്കം ഇവൻ പന്തപ്പള്ളിയുമായിട്ട് സെറ്റിൽമെന്റ് നടത്തിയെന്ന് പറഞ്ഞ് എനിക്ക് അവന്മാരുടെ കൂട്ടത്തിൽ ഒരാൾ എനിക്ക് മെസ്സേജ് തന്നു. ബൈബിളാണ് സത്യം. എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളാണ് സത്യം. അവന്റെ ഏറ്റവും വലിയ ശത്രു ഞാനായിരിക്കും. അങ്ങനെയാണ്. അതുപോലെ എന്നെ ഉപദ്രവിച്ചതാണ്. അതെയാണ് കേസിൽ നാളെ. പക്ഷെ ഞാൻ ഈ ചിക്കയെന്ന് പറഞ്ഞൊരു അഡ്വക്കേറ്റ് ഉണ്ട് കൊല്ലത്ത്, എനിക്ക് സ്വാധീനമുള്ള ആളാണ്. പുള്ളിയെ വിളിച്ച് പറഞ്ഞിട്ട് പുള്ളി ഇന്ന് വൈകിട്ടേ വരുന്നുണ്ട് എറണാകുളത്ത് പോലെ. അത് കഴിയുമ്പം ഇതിലെ വീട്ടിൽ വരാന്നാ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഫയൽ ചെയ്യുന്നത് മറ്റന്നാ ഫയൽ ചെയ്യും. ആയിക്കോട്ടെ, ഇപ്പം പുള്ളി ചെയ്തോളാന്നാ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഒരിക്കലും അവരുമായിട്ട് കാര്യം അമേരിക്കക്കാരന്റെ അവൻ തട്ടിസൈഡ് നിൽക്കുന്നവനാ. കാര്യം എനിക്കതറിയാം അവന്റെ സംഭാഷണത്തില്. മനസ്സിലായോ? അവൻ അവനെ കുറിച്ച് ഏറ്റവും ദോഷമായിട്ട് എന്നോട് പറഞ്ഞവനാ. അവനാ പിന്നെ അവൻ തിരിച്ചു വർത്താനം പറയും. ഇപ്പൊ അച്ഛനറിയില്ല, ഇതിനകത്തൊക്കെ സത്യത്തിന് നേരിന് വേണ്ടി നമ്മളൊക്കെ നിൽക്കുന്ന അറിയാമല്ലോ. നമ്മളൊക്കെ എങ്ങനെ വന്നതും ഇടപെട്ടെന്നും അറിയാമല്ലോ. നിങ്ങളെ പേടിയാ, ഓരോ യുവമാർക്കെല്ലാം ടീമോടെ പേടിയാ. ഈ അമേരിക്കാന്റെ എല്ലാവരും പ്രലോഭനത്തിൽ ജീവിതത്തില്ല, കൈക്കൂലി മേടിക്കത്തില്ല എന്നൊക്കെ അവന്മാർക്ക് അറിയാം. അത് ഈ മാസന്മാരും അച്ഛന്മാരും കാണിച്ച എല്ലാ പോകത്തിടത്തിൽ എഴുതിയിട്ടില്ല. അതാണ് അവന്മാർക്ക് അറിയാവുന്നത്. ഞാൻ രാത്രി വിളിച്ചോളാം, ഞാൻ രാത്രി അങ്ങോട്ട് വിളിച്ചോളാം. അച്ഛന്റെ സ്റ്റാൻഡ് ഇത് തന്നെയാണല്ലോ, ഈ മരണത്തിൽ സംശയമുണ്ട്, ഇവനെതിരെ കേസിന് പോകും. 100% പോകും. ഒരു സാക്ഷ്യത ഒരു സാക്ഷ്യത ഉണ്ടായിരുന്നു. കാര്യം എനിക്ക് കോപ്പി എനിക്ക് രണ്ടെണ്ണത്തിൽ യാത്ര എടുക്കാം, നാളെ യാത്ര എടുക്കില്ല. എവനത് വെച്ച് കളിക്കും. മനസ്സിലായോ? ആ യാത്രയിൽ കൂടെ നാളെ എടുത്തില്ലെങ്കിൽ എനിക്ക് തലവേദന വരും. അതാണ് ഒരു വിഷയം. അവനറിയാമല്ലോ, അവനറിയാൻ ഞാൻ എത്തും, അവനില്ലാന്ന് അവനറിയാം. എനിക്ക് അവസരം അവന് ഉപയോഗിക്കും. ഇപ്പൊ അവൻ വിളിച്ച ഫോണിന്റെ കാര്യം ചോദിച്ചു. അത് അവര് പറഞ്ഞു, അവിടുത്തെ പിള്ളേർ പറഞ്ഞു, കൊച്ചപ്പെട്ട പറഞ്ഞിട്ടുണ്ട് ഫോണ് ആരുടെയും കൊടുക്കണ്ട, അത് സൂക്ഷിച്ചോടുന്നത് ഞാൻ പറഞ്ഞിട്ട് എവനോട് പറഞ്ഞിട്ടുണ്ട്. എവൻ ആ ഫോണിന്റെ കാര്യം ചോദിച്ചു. ഫോൺ ഇവിടെ ആരുടെ ഇരിക്കുന്നൊക്കെ അവൻ ചോദിച്ചു. അപ്പൊ ഞാൻ ഇതിനെ വിളിച്ച് അവരോട് പറഞ്ഞു, ഫോൺ ആരുടെയും പോകരുത്, ഫോൺ നിലവിൽ തന്നെ ഇരിക്കണം, വേറെ ആരുടെയും കൊടുക്കരുത്. അവരിപ്പോഴും പറയുന്നതാണല്ലോ. എവര് പറയാനുള്ള അവകാശം എന്താ? ഇത് സാധാരണ പറഞ്ഞ ആക്സിഡന്റാണെങ്കിലും പറയുന്നില്ലല്ലോ. നോർമൽ മരണമാണെന്നല്ലേ പറയുന്നത്. അവന്റെ വാചകകാരം ഇത് രാത്രി നാളെ ഒരു മൂവ്മെന്റ് ഉണ്ട്. ഇത് വക്കീൽ പോയി രാത്രി വരും എന്നെ കാണാൻ വിളിച്ചിട്ട്. എറണാകുളത്ത് വരുന്ന വഴി എന്റെ വീട്ടിൽ വന്നിട്ട് കയറി പോകും. ഞാനും ആ പാട് പെട്ടെന്ന് 80 വയസ്സായി. 80 വയസ്സ് കഴിഞ്ഞു. അത് തന്നെ അല്ല, എന്റെ വൈഫും മരിച്ച് ഞാൻ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലാണ്. എന്റെ ഏറ്റവും കൂടുതൽ താല്പര്യമല്ല ഈ അഡ്മിഷന്റെ കേസിൽ ഏറ്റവും കൂടുതൽ. അവരോട് നിർത്തി ബ്രോക്കർമാരി അവരുടെ കൊടുത്തു, കാഴ്ചകൾ മേടിക്കുകയും ചെയ്തു. അവസാനം എന്റെ പേരിൽ ഈ പന്തപ്പള്ളി ഞാൻ ചെയ്തതാ. അത് ഞാൻ അവരെ കൊണ്ട് ആദ്യം തെളിയാൻ തരാം. എത്ര കോടി മേടിച്ചിട്ടുണ്ടാവും? അവരെല്ലാം കൂടെ
ഏതാണ്ട് ഒരു 1.5 കോടി രൂപ മേടിച്ചിട്ടുണ്ട് അഡ്മിഷന്റെ കാര്യം പോലെ. അത് അത് മുഴുവൻ എന്റെ തലയില്ല. ഞാനിപ്പോ പിള്ളേരെ പൈസ കൊടുക്കാൻ പോവാ അവിടെ. ഞാന് പഞ്ചായത്തിലെ ഒരു പൈസ മേടിച്ചോ അങ്ങനത്തെ കയറിയിട്ടുള്ള ആളല്ല. ഒരു കൈക്കൂലി മേടിക്കാനോ പഞ്ചായത്തിലെ കാര്യത്തിലൊക്കെ ഒന്നും പോയിട്ടുള്ള ആളല്ല. ഈ ഒരു കേസിൽ ഞാൻ നശിച്ചു പോയി. ഈ അച്ചായന്റെ കൂടെ വന്നവന്മാരാരെ? അച്ചായനെ എങ്ങനെ അറിയാം ഇവർക്ക്? ഇന്നലെ കൂടെ വന്നവർക്ക് കൂടെ വന്നത് ഒന്ന് കഷണ്ടി എന്ന് പറഞ്ഞു വണ്ടി ഓടിക്കുന്നവരാ. എന്റെ വണ്ടിയൊക്കെ പലപ്പോഴും ഞാൻ വിളിച്ച് വണ്ടി ഓടിക്കാനായിട്ട് വിളിക്കുന്നവരാ. പിന്നെ വന്ന 2 മാസ്റ്റർമാരാ. വക്കീല് എന്റെ ഏറ്റവും അടുത്ത ആളാ വക്കീല്. അങ്ങനെ ഈ കാര്യങ്ങൾ ആരോട് പറയുന്ന ആളല്ല. പുള്ളിയുടെ പേരെന്തുവാ വക്കീലിന്റെ? പുള്ളിയുടെ പേര് ഗംഗാധരൻ. മറ്റേ പാസ്റ്ററോ? വെള്ളയിട്ട് പുള്ളിയോട് പറഞ്ഞു നിങ്ങളുടെ കൂടെ ഇത് പോവുകയാവും, ഇല്ലെങ്കിൽ നിങ്ങൾ സത്യമായിട്ട് ചെയ്യുമെന്ന് പുള്ളിക്ക് ബോധ്യമായി. പാസ്റ്ററോ? വെള്ളയിട്ടുന്ന പാസ്റ്ററോ? വെള്ളയിട്ട ഒരു നിങ്ങളുള്ള കുഴപ്പമില്ല. വെള്ളയിട്ട നമുക്ക് ഒട്ടാരക്കാൻ കാട്ടാം. അവരെ വല്ല മേടിക്കാറായിട്ട് ഇതിനെ കൂടെ നിൽക്കുന്നതാണ്. പക്ഷെ അച്ഛൻ അവന്റെ ആളല്ല. നോട്ടൊക്കെ പറഞ്ഞവർ വല്ല കിട്ടുമെങ്കിൽ അവർ സൈഡ് ചെയ്യും. അവർക്ക് പറഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞാൽ മതി, അവരവിടെ കൂടെ കൂടും. ഇനി 14-ാം തീയതി വൈകിട്ട് ഞങ്ങൾ ഏനാത്ത് പാലത്തിന് സമീപം KP പൊന്നൂസിനെയും കൂടെ വന്നവരെയും കണ്ടതും സംസാരിച്ചതും കാണുക. ഫോണ് സേഫായിട്ട് നമ്മുടെ കസ്റ്റഡിയിൽ കിട്ടിയിട്ടുണ്ടോ? അവരുണ്ട്, അവിടെയുണ്ട്. അതിന്റെ തിരിച്ചു വരും. പോലീസ് കസ്റ്റഡിയിൽ കിട്ടിയിട്ടുണ്ട്. രാവിലെ പുള്ളിയെ വിളിക്കുന്നു. പുള്ളി സാധാരണ കോമ്പൗണ്ടില നടക്കുന്നത്. അന്ന് മാത്രം പുറത്ത് തുടങ്ങിയാണ്. ഈ പുള്ളി ഫോൺ കൈ കിട്ടി കഴിഞ്ഞാൽ പിന്നെ പുള്ളി ശ്രദ്ധിക്കത്തില്ല. അതേ ശ്രദ്ധിച്ച് മുഴുകുന്ന അതിനൊക്കെ നടക്കാം. ആര് വിളിച്ചാലും കേൾക്കത്തില്ല. അപ്പൊ അങ്ങനെ അതിനെ അറിയാം. അതനുസരിച്ചാണ് ഈ കല്യാണം ചെയ്യുന്നത്. ഡ്രൈവറെ ടിക്കറ്റിലെ വണ്ടി കൊടുത്തിട്ടില്ല. അവരതുപോലെ ആ കാര്യങ്ങളിൽ ശ്രദ്ധ. അവര് പറയുന്നുണ്ടല്ലോ എന്റെ ഫോണിലായിരുന്നെന്ന്. അച്ഛൻ എന്തെങ്കിലും സംശയമുണ്ടോ? അതായത് ആ കോമ്പൗണ്ടിൽ നിന്ന് യൂഷ്വൽ പാറ്റേണിൽ നിന്ന് മാറി ഇറങ്ങണമെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് എന്തെങ്കിലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ അവർക്ക് ആരെങ്കിലും കാണുമെടുക്കുകയോ ചെയ്യുന്നു. അപ്പൊ അത് കാണേണ്ട രീതിയിലായിരിക്കും ഒരു ഓപ്പറേറ്റ് ചെയ്യുന്നത്. നോക്കത്തില്ല. എന്നോട് ഇപ്പൊ അമേരിക്കയിലെ പുള്ളി പറഞ്ഞു എവര് ഡൽഹിയിലാണ് പഠിച്ചത്. ഡൽഹിയിലല്ല, കൽക്കട്ട. അവര് വലിയ കുഴപ്പമുണ്ടാക്കിയിട്ട് അവർക്ക് ഒരു ജാതി വരാം. പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് വേറെ കണ്ട് ചോദിക്കുമ്പോൾ അവർക്ക് കേസ് പ്രതിയായി. അപ്പൊ ഇവന്റെ ബാക്ക്ഗ്രൗണ്ട് ഇത് തന്നെയാണ്, ക്രിമിനൽ മെന്റാലിറ്റിയാണ്. അതുകൊണ്ട് ഈ അഡ്മിഷന്റെ കാര്യത്തില് എന്നെ മുന്നേ എഴുതിക്കൊണ്ട് കാശെല്ലാം മേടിച്ചിട്ട് കൂട്ടിട്ട് എന്റെ വില വെച്ചത് അന്ന് ഉണ്ടായ ഇഷ്യൂ അല്ലേ? പിന്നെ പൈസ ലേഖനാണ് മേടിച്ചെടുത്തത്. 3/4 ഭാഗം യഥാർത്ഥത്തിൽ എവിടെ സ്വദേശിയാണ്? കണ്ണൂർ. വിദേശിലെ വണ്ടിയിലാണ് തിരുവനന്തപുരത്ത് പോകുന്നത്. ആര്? ഈ ഷിജോ ഹോസ്പിറ്റലിലേക്ക് പോയത് അവരുമായിട്ട് വളരെ ലിങ്കാണ്. അപ്പൊ ഇതിനകത്ത് പിണറായി പറയുകയാണ് BJPക്ക് സപ്പോർട്ട് ചെയ്യണം, അതുകൊണ്ടാണ് പുള്ളിയെ കൊണ്ട് ഓപ്പണായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്. എന്നോട് പറഞ്ഞിട്ടുള്ളൂ. അല്ല വേറെ പറഞ്ഞു. എവനെ കുറിച്ച് പുള്ളിക്ക് മാനസികമായിട്ട് ഈ അടുത്ത ഇവൻ കുഴപ്പക്കാരനാണെന്ന് ഒരു ചിന്ത മനസ്സിലുണ്ട് പുള്ളിക്ക് ഉണ്ടായിരുന്നല്ലേ. അത് ഇവര് പുറത്തേലെല്ലാം ഓടിച്ചുള്ളവരല്ലേ കാര്യങ്ങളെല്ലാം. ഓതറൈസ് സിഗ്നേറ്ററി ഇവനായിരുന്നോ? അല്ല, സെക്രട്ടറി തിരുമേനിയല്ലേ? ഇവന് വേറെ ഈ സിനി എന്ന് പറയുന്ന എന്റെ രണ്ടാമത്തെ ജ്യേഷ്ഠന്റെ എനിക്ക് സംശയമുണ്ട്. അന്വേഷിക്കണം. വേറൊരു അച്ഛന്റെ വണ്ടി എടുത്ത് ആ വണ്ടിയെ കൊണ്ടുവച്ചിട്ട് അവനെ ഒരിക്കലും തിരുമേനിയിൽ കൂട്ടിക്കുന്നവളല്ല. ഒരു പൈസയും ഒരു ഡോളർ പോലും